ശരിക്കും ഈ സാമൂഹ്യ സേവനത്തിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരമായി വീഡിയോകൾ പ്രത്യക്ഷപ്പെടുക, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ചിലയിടങ്ങളിലൊക്കെ ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ പോലും വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തി മുന്നോട്ട് പോവുക. ഇതൊരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായിട്ട്, അതായത് സോഷ്യൽ മീഡിയ കൃത്യമായി വിനിയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൈത്രേൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഒരു പ്ലാനും ചെയ്യാതാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഞാൻ എഴുതുകയും പടം ഇടുകയൊക്കെ ചെയ്യും, അവിടെ ഒരു ഡയലോഗ് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിനകത്ത് ഒരു ഇൻ്റർവ്യൂ വന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ എനിക്കും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് കപ്പ ടി വിക്കകത്ത് ഇൻ്റർവ്യൂ ഹാപ്പിനെസ് പ്രോജക്റ്റിനകത്ത് വരുന്നത്. ധന്യവർമ്മയുടെ ഒരു രീതി കൊണ്ട് എനിക്ക് അന്ന് പറയാൻ തോന്നിയതും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അത് ഇതുപോലെ ഒരു സിനിമയുടെ ലോകത്തായിരുന്നു അത്. സിനിമാക്കാരായിരിക്കുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അത് ആളുകൾ പറയുന്നത് വൈറലോ ക്ലിക്കായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കൊണ്ട് വേറെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരിക എന്ന് പറയുന്നത് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ സംഭവിച്ചു. ഈ സമയത്താണ് ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വി ദ പീപ്പിൾ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നമ്മളുണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഞാനതിനകത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് ഒരു സജഷൻ, നമുക്ക് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി നമുക്കിങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്, വേറെ ഒരു തരത്തിലും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ആ സുഹൃത്തുക്കളായിരുന്നവർ ചെയ്തൊരു പണിയാണ് എന്നെ ആ സ്റ്റേജിലേക്ക് വിളിച്ചു വരുന്നത്. അപ്പം ഞാനത് വളരെ റെസിസ്റ്റ് ചെയ്തിരുന്നൊരു സാധനമാണ്. ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ രണ്ടാം തരം പൗരനും മൂന്നാം തരം പൗരനൊക്കെ ആയിട്ടിരുന്നോളാം, അങ്ങനെയായിരുന്നു. യൗവനമുള്ളവർ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സപ്പോർട്ടീവ് റോളിനകത്ത് നിന്നാൽ മതി എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന കാലവും അതിപ്പോഴും ആ ലെവലിൽ അതിനകത്ത് അങ്ങനെ തന്നെയാണ്. അത് ചെയ്തോടെ ഞാൻ ഈ തിരിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ വന്നു എന്ന് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ബിജു മോഹനാണ് ഞാൻ ആ മൂവ്മെൻറ്റിനകത്ത്. അപ്പോൾ അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു 3 ദിവസം ഞാൻ നിരാഹാരം, അത് ഞാൻ ആർക്കും എതിരെയോ സെക്രട്ടേറിയറ്റിനെതിരെ ഒന്നുമല്ല, ആളുകളെ കാത്തു കിടക്കുന്നത് നിരാഹാരം ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒരു ഇതുണ്ടായി, ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ്. അന്ന് വലിയൊരു മീറ്റിംഗ് ആയിരുന്നു അവിടെ നടന്നത്, വി ദ പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് വിഷയം സംസാരിക്കാനായിട്ട് ബിജു ഒരു കൂട്ടുകാരനെയും വിളിച്ച് എന്നെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ അന്നത്തെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യം അയാൾ സാധാരണഗതി കേൾക്കാത്ത ഒരു മേഖലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെയൊക്കെ ലോകമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് അയാൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അയാൾ ചോദിച്ചു, ഞാൻ ഒന്നുകൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അടുത്ത ദിവസം വീണ്ടും അയാൾ വന്ന്, അപ്പോൾ വേറെ വിഷയമാണ് സംസാരിച്ചത്. അത് കണ്ടപ്പോൾ അയാൾക്ക് അപ്പോൾ അന്ന് ബിജുവിന് ഒരു 30,000 അങ്ങാണ്ട് വ്യൂവർഷിപ്പൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഞാൻ ആ സംസാരിച്ച സാധനങ്ങളെല്ലാം അയാൾ വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി. അതുകൊണ്ട് അയാൾ സ്ഥിരമായിട്ട് എന്നെ പല വിഷയങ്ങളായിട്ട് സംസാരിക്കുന്നതിനായിട്ട് എനിക്ക് താല്പര്യമുള്ളത് അറിയുന്നതായിട്ടുള്ള മേഖലകൾ വർക്ക് ചെയ്തതിനെ പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഒരു തുടക്കം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ എൽബഗ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു അവരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു യുക്തിവാദിയാണെന്നോ അല്ലെങ്കിൽ എത്തിസ്റ്റാണെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനൊരു രാഷ്ട്രീയ ജനാധിപത്യത്തിനകത്ത് നമുക്ക് ശാസ്ത്രമാണ് നമ്മൾ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ എന്നുള്ളതല്ലാതെ ഞാനൊരു ഡിക്ലെയർഡ് എന്താണ് യുക്തിവാദി ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് സത്യത്തിൽ വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നില്ല. ശാസ്ത്രീയമായി ലോകത്തിനെ കാണുകയും അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ യുക്തിവാദി സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഡേ ടു തിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായി, അത് തൃശ്ശൂരുണ്ടായത്. അപ്പോൾ ഇവരെല്ലാവരും നിരന്തരം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർ സാധാരണ പറയാത്ത മറ്റ് മേഖലകളിലുള്ള വിഷയങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും ഞാനതിനൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുകയും ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയും ഉണ്ടായി. ഇത് ഞാൻ പ്ലാൻ ചെയ്തതോ, ഞാൻ ഇതുവരെ തന്നെത്താൻ ഒരു എന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ആരുടെതും പോയിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പറയാൻ അല്ലെങ്കിൽ തന്നെത്താനൊരു സാധാരണ ഇപ്പം യൂട്യൂബ് ഇതിലുണ്ടല്ലോ റീൽസൊക്കെ ഇടാമല്ലോ, ഇതൊക്കെ ഞാനതൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫോണിനകത്തൂടെ ഒരിക്കലും സംസാരിക്കുന്ന ആരോടെ ഒരു ലൈവ് പോകും ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹിക പ്രവർത്തനമോ ഞാൻ ആരംഭിച്ചിട്ടില്ല.
പക്ഷെ അത് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഒരു 24-ൽ സംസാരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ സംസാരിക്കുമ്പോൾ മൈത്രേയൻ ശരിക്കും ദേഷ്യപ്പെടും. അന്ന് വരെ ഞാൻ മൈത്രേയനെ ഇങ്ങനെ ശോഭിച്ച മുഖമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം എന്തിനെ നേരിടുന്ന ഒരാൾ, അതെന്താ അന്ന് മാത്രം ദേഷ്യം വന്നേ? പള്ളിയിൽ അച്ഛൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവിടെ സംസാരിക്കാൻ പോകുമ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തത് ഈ ലിവിങ് ടുഗദറും അല്ലാത്ത വിവാഹിതരുമായ ആൾക്കാരുടെ ഒരു ഡിസ്കഷനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ജയശ്രീ ഞാനും കൂടെ പബ്ലിക്കായിട്ടൊരു ഫോറത്തിൽ വരുന്നത്, ഞാൻ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജയശ്രീയും സംസാരിച്ചിട്ടുണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു 12 വർഷം കഴിഞ്ഞ്, 12 അല്ല 14 വർഷമായി. അപ്പോഴാണ് അങ്ങനെ, അപ്പോൾ ജയശ്രീ വരുമെന്ന് അവർ പറഞ്ഞ് ജയശ്രീ വരും. അപ്പം ജയശ്രീ വരുന്നെങ്കിൽ പിന്നെ ഞാനും കൂടെ സംസാരിക്കാം. അപ്പം അതൊരു ലൈവ്ലി ആയ ഒരു കാര്യം ഉണ്ടാകും. അപ്പോൾ എനിക്കാണെങ്കിൽ അരുണിനെയോ ഇവരെ ആരെയും അറിഞ്ഞൂടാ. 24 ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ആ ടെലിവിഷനെ പറ്റി ഒന്നും എനിക്ക് ഒരു ധാരണയില്ല, കാരണം ഞാൻ അതിൻ്റെ ലോകത്തേ ഇല്ല. അപ്പം ജയശ്രീ വരുന്നു, അതിൻ്റെ കൗതുകം, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അപ്പുറത്തൊരു കപ്പിൾ വരും, വിവാഹിതരായ ഒരു കപ്പിളായിരിക്കും വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ വന്നത് രണ്ടുപേർ തമ്മിലൊരു ബന്ധമില്ലാത്ത രണ്ടുപേരും ആദ്യം വന്നു. വിവാഹിതയായ ഒരു സ്ത്രീയും ഒരു പള്ളിയിലെ അച്ഛനും. അപ്പം ഞാൻ ഈ പള്ളിയിലെ അച്ഛനോ എൻ്റെ ഒരു മറുവശത്തുള്ള ആളല്ല. ശാസ്ത്രീയമായിട്ടോ ജനാധിപത്യപരമായിട്ടോ ചിന്തിക്കുന്ന വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് കൂടുതൽ പറയാനോ സംസാരിക്കാനോ ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനല്ലാതെ ഒരു പള്ളിയിലച്ഛനുമായിട്ട് ഞാനൊരു ഡയലോഗിന് തയ്യാറല്ല. സ്വാഭാവികത ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് എണ്ണിക്കുകയാണ് ഞാൻ, എൻ്റെ ഒരു സ്പിരിറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ അപ്പോൾ ഇത്രയും പേര് ആ പ്രോഗ്രാം മുഴുവൻ അങ്ങ് അസ്തമിച്ചു പോകും. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് എഗ്രി ചെയ്തതാണ് സംസാരിക്കാവുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത അപ്പുറത്ത് വന്നിരിക്കുന്ന അവർ തമ്മിലൊരു ബന്ധമില്ല, ഒരു കപ്പിളല്ല. അപ്പോൾ അത് തുടങ്ങുന്ന, അപ്പോൾ ഒരു അച്ഛനോട് എന്തെങ്കിലും വ്യക്തിപരമായ വല്ല വിരോധം എനിക്കുണ്ടോ? ഒന്നുമില്ല. നമ്മളൊരു മതവിശ്വാസി ആയിരിക്കുന്ന ആളുമായിട്ട് ഒരു ഡിസ്കഷൻ എനിക്കില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ പെട്ടുപോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരു അച്ഛനാകുന്ന ആൾ ഏതെങ്കിലും, ചിലപ്പോൾ വിവാഹിതരായ അച്ഛന്മാരുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിവാഹിതരാണോ? അപ്പോൾ അവരുടെ ഒരു അനുഭവജ്ഞാനത്തിൻ്റെ ഒരു മേഖലയുണ്ട്, അത് തീർത്തും ഇല്ലാത്ത. അപ്പം ഞാനാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നതാണ് ഇവർ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ ജീവിതത്തിലൊരു അനുഭവം ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ സെലിബ്രേറ്റ് ആയിട്ട് നിൽക്കുകയും എന്നിട്ട് അവർ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നതിനോട് അതുകൊണ്ടാണ് ഞാനത് സമ്മതിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് സംസാരിക്കാതിരിക്കാനാണ് ആദ്യമേ തൊട്ട് ശ്രദ്ധിക്കുന്നത്. സ്ത്രീയോട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ അച്ഛൻ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അയാൾ ഒരു പാവം അച്ഛനാണെന്ന് എനിക്കും കാണാം. പള്ളിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രതിനിധിയാണ്. അയാളുടെ വേഷം കൊണ്ട് അയാളത് കാണിക്കുന്നുണ്ടല്ലോ, അല്ലാതെ പ്രകടമായ ഒരു പോലീസുകാരനിരിക്കുന്ന പോലെ. അതൊക്കെ വേഷം കൊണ്ട് അവരുണ്ടാക്കുന്നതാണ്. അപ്പം അവർക്ക് സ്വാഭാവികമായ അതോറിറ്റി ഉണ്ടാവും.